ഇപ്പോൾ ചങ്ങായിമാരെ ഇന്നത്തെ പരിപാടി നമ്മൾ ഒരു 45 ദിവസം മുന്നേ കുറച്ച് ഫ്രൂട്ട്സുകൾ 4-5 ഐറ്റം ഫ്രൂട്ട്സുകളൊക്കെ കുപ്പിയിലാക്കി ഞാൻ ഇവിടെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടീനി. അപ്പോൾ ഇന്നത്തേക്ക് കറക്റ്റ് 45 ദിവസമായിക്കിന്. അപ്പോൾ നമുക്ക് ഇന്ന് ആ സാധനം ഒന്ന് പുറത്തെടുത്ത് നോക്കുക എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. വരി. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ട് ഇതാ ഈ ഒരു പൊസിഷനിലാണ്. അന്ന് നമ്മൾ കുഴിച്ചിടുന്ന സമയത്ത് അടയാളം വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് നമ്മളെ മുതൽ കിടക്കുന്നത്. പിന്നെ ഏതായാലും നമുക്കൊന്ന് മാന്തി നോക്കുക എന്താ അതിൻ്റെ അവസ്ഥ എന്നുണ്ട്. കറക്റ്റ് ഒന്നരാട കുഴിച്ചിട്ടതിന് ശേഷം ഒന്നരാടന് നമ്മളിതിന് നനച്ച് കൊടുത്തിക്കണം കേട്ടോ. ഒരു തണുപ്പ് കിട്ടിയാലേ ഉള്ളൂ നമ്മളെ ഈ സാധനം കറക്റ്റ് ലെവലിൽ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് പുറത്തെടുത്ത് നോക്കുക എന്താ അവസ്ഥ എന്നുള്ളത്. ഇതാ നമ്മളെ മുതൽ ഓവറായത്തിലൊന്നും കുഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളിതിൻ്റെ ആ കുഴിച്ചിടുന്ന വീഡിയോസും എന്തൊക്കെ തരം ഫ്രൂട്ട്സാണ് അതിൽ ഉപയോഗിച്ചതെന്നുള്ളതൊക്കെ വേറൊരു വീഡിയോസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോസിൻ്റെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. ഓക്കെ. ഇത് ഓവർ താത്തിയിട്ടൊന്നും കുഴിച്ചില്ല കേട്ടോ. ഏകദേശം ഒരു കുപ്പിൻ്റെ മൂടി ഒരു ലേശം മണ്ണിനടിയിൽ താത്തി വെച്ചിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മളെ മുതൽ. അത് പുറത്തേക്ക് എടുത്ത് നോക്കി എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. പ്ലാസ്റ്റിക് കവറിലൊക്കെ കെട്ടി കഴിഞ്ഞ് വെച്ചത്. ഒരു തുള്ളി എയറും കിടക്കരുത്, മണ്ണും ചളിയൊന്നും കടക്കാത്ത വിധത്തിലാണ് നമ്മളന്ന് വെച്ചത്. ഞാൻ ആ കുഴിച്ചിടുന്ന വീഡിയോ ചെയ്ത സമയത്ത് അതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തതാണ് ഇത് പുറത്തെടുക്കണേരോ നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന്. ആ ഒരൊറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും നമ്മളെ സാധനം എന്തായിക്കുന്നെന്നുള്ളത്. ഏതായാലും ഇതാ കുറച്ചും കൂടെ കുഴിക്കാനുണ്ട്. ഇതാ നമ്മളെ മുതൽ മൂന്ന് കിട്ടതാ. ഇത് നിധിയാന്നൊന്നും ആരും വിചാരിക്കാൻ കേട്ടോ. ഇതാ അങ്ങനെ നമ്മളെ സാധനം ഇങ്ങോട്ട് പുറത്തെടുത്തേക്കാണ്. കണ്ടില്ലേ? കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കവറിൽ അതുപോലെ തന്നെ കുപ്പിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബന്ധസ്ഥാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ കുഴിച്ചിട്ടത്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കുക, കവറൊക്കെ ഒന്ന് അയച്ച് നോക്കുക. ഇനി നമുക്ക് നമ്മളെ കവറൊന്ന് പൊട്ടിച്ച് നോക്കുക എന്താ സ്ഥിതി എന്നുള്ളത്. എനിക്കും നല്ല ആകാംക്ഷ ഉണ്ട് ഇട്ടത് എന്താ സംഭവിച്ചതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതേമാതിരി ഇങ്ങൾക്കും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഏതായാലും പൊട്ടിച്ച് നോക്കട്ടെ. 45 ദിവസമായി മണ്ണിൻ്റെ അടിയിൽ കിടന്ന മുതലാണ്. അങ്ങനെ ഞങ്ങളത് ആ കവറായിട്ട് പൊട്ടിച്ചും കിട്ടോ. ഇന്ന് പുറത്തേക്ക് എടുത്ത് നോക്കുക എന്താ സ്ഥിതിയെന്ന്. ഇതാ 2 കവറാണ് കേട്ടോ. ഇതാ 2 കവർ, ഒരു കവർ എടുത്ത് ഒഴിവാക്കി ഇനി രണ്ടാമത്തെ കവറാണിത്. ഇതാ ഉള്ളിലേക്ക് ഒരു തുള്ളി ചടിയും വെള്ളവും ഒന്നും കടന്നില്ല കേട്ടോ. ഇതാ നമ്മളെ മുതൽ കാണണമെങ്കിൽ ഇതാ കണ്ടോട്ടോ മക്കളെ. ഇതാ കളറൊക്കെ മാറിയതാ വേറൊരു ടൈപ്പ് കളറായിക്കിന്. മുന്തിരിയൊക്കെ നല്ല ലയിച്ചിക്കണിതാ. ഇതാണ് നമ്മളെ മുതൽ. ഇതാ കണ്ടോടി. ഇനി നമുക്കിത് കംപ്ലീറ്റ് തരിപ്പയിൽ വെച്ച് കഴിഞ്ഞ് പീഞ്ഞ് കഴിഞ്ഞ് ഇതിലുള്ള കംപ്ലീറ്റ് സത്തു ഊറ്റി വേർതിരിച്ചെടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. വരി. ഇപ്പം നമുക്ക് കംപ്ലീറ്റ് നമ്മളെ ഉണ്ടാക്കിയ സാധനം മുതൽ കംപ്ലീറ്റ് തരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതാ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തരിപ്പാട് വെക്കുക. അതാ അതാ കംപ്ലീറ്റ് ഇത് പ്രത്യേക ഒരു മണവും. ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് ഇട്ടിട്ട് തരിച്ച് കഴിഞ്ഞ് സത്ത് കംപ്ലീറ്റ് എടുക്കാൻ പോവാ. കൊടുവാ ഇതാ
ഇതാ അത്യാവശ്യം ഡൈല്യൂട്ട് ആയിക്കിന് കേട്ടോ കംപ്ലീറ്റ് സാധനം. ഇതാ നല്ലോണേ തരിപ്പല് വെച്ചെഴുതാ നല്ല ഞെക്കി കൊടുക്കുക. ഇതിൻ്റെ കംപ്ലീറ്റ് സത്തും കൊണ്ട് പീഞ്ഞ് കെടുക്കുക. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഒരു പാത്രത്തിലേക്ക് അതിന് സത്ത് കംപ്ലീറ്റ് നല്ല ഞെക്കി പീഞ്ഞ് കഴിഞ്ഞ് സത്ത് കംപ്ലീറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 ലിറ്ററിൻ്റെ അടുത്ത് സാധനമുണ്ട് ഇതിൻ്റെ സത്ത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുക. ഇതാ നല്ലൊരു മണവും അടിപൊളി മണവുമായി. ഇതാ കറക്റ്റ് പ്യുവർ സത്താണ്. ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തില്ലതാ കണ്ടില്ലേ. എല്ലാ ഫ്രൂട്ട്സിൻ്റെയും കൂടെ സത്താണ്. നല്ല ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഒന്നും പറയാനില്ല മക്കളെ, വേറെ ലെവല് സാധനം. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈറ്റാൻ ഇതെങ്ങനെ കുടിക്കേണ്ടതെന്ന് അറിയുമോ? രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചാണ്ടല്ലോ അന്നത്തെ ദിവസവും നല്ല ഉന്മേഷിക്കും. ടോപ്പ് സാധനം കേട്ടോ. അടിപൊളി. അറബികളൊക്കെ ഉണ്ടാക്കണേ ഫേമസ് സാധനം. അറബികൾ പിന്നെ കുറേ കുറേ ഐറ്റംസ് ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കും. നമ്മൾ ഒരു 5-6 ഐറ്റംസ് ഫ്രൂട്ട്സേ ചേർത്തിയുള്ളൂ. എന്നിട്ട് തന്നെ സാധനം നരിമാർക്ക് സാധനമാണ്. ഇപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക വീട്ടിൽ. 45 ദിവസം ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.